ഇന്റർനാഷണൽ വാർത്തയിലേക്ക് കടക്കുമ്പോൾ റഷ്യൻ സേനയുടെ കൂടെയുള്ള ഇന്ത്യക്കാരെ തിരിച്ചയക്കാൻ ധാരണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ധാരണയായത്. യുക്രൈന്റെ പരമാധികാരം റഷ്യ അംഗീകരിക്കണമെന്ന നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്ക പ്രതികരിച്ചു. രാകേഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. രാകേഷ്, ഏറ്റവും പ്രധാനമായി ഇന്ത്യ റഷ്യ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ മോസ്കോയിലെത്തിയിരിക്കുന്നത്. അവിടെ നടന്ന ചർച്ചയിൽ ഏറ്റവും പ്രധാനമായി റഷ്യൻ സേനയുടെ കൂടെയുള്ള ഇന്ത്യക്കാരെ തിരിച്ചയക്കാൻ ധാരണയായി എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം പുടിൻ അംഗീകരിച്ചു അല്ലേ? ഭവ്യ, ഇന്ത്യയെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് റഷ്യൻ സേനയ്ക്ക് ഒപ്പം അകപ്പെട്ട ഇന്ത്യക്കാരെ പൂർണ്ണമായും തിരിച്ചെത്തിക്കാൻ ധാരണയായിരിക്കുന്നു. ഇന്നലെ രാത്രി അത്താഴ വിരുന്നിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴ വിരുന്നിനിടെ ഈ വിഷയം ഉന്നയിക്കുകയായിരുന്നു. അതിന് അനുകൂലമായ നിലപാട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും മറ്റൊരു നിർദ്ദേശം കൂടി ഇന്ത്യ മുന്നോട്ട് വെച്ചത് ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് തടയാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ അകപ്പെട്ടുകൊണ്ടാണ് നിരവധി ഇന്ത്യക്കാർ റഷ്യയിലേക്ക് എത്തേണ്ടി വന്നതും അവിടെ സൈന്യത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ സൈന്യത്തെ സഹായിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തത്. ഇത്തരത്തിൽ റഷ്യയിലകപ്പെട്ട സൈന്യത്തെ സഹായിക്കാൻ നിർബന്ധിതരായ 4 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. മലയാളികളടക്കം സമാനമായ സാഹചര്യത്തിൽ ദുരിതം അനുഭവിച്ചിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശികളായ 4 പേർ ഇതുപോലെ റഷ്യൻ സേനയ്ക്ക് വേണ്ടി യുക്രൈനുമായുള്ള യുദ്ധമുഖത്ത് പ്രവർത്തിച്ചവരാണ്. അവർ പിന്നീട് മടങ്ങി വന്നു. അപ്പോൾ സമാനമായ സാഹചര്യം നേരിട്ട പലരും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയം അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഏതായാലും ഉന്നയിച്ചത്. നിലവിൽ പലരും ഇപ്പോഴും ഇന്ത്യയിലേക്ക്, സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും 35 മുതൽ 45-ലധികം വരെ ഇന്ത്യക്കാർ റഷ്യയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ അവരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നൊരാവശ്യമാണ് ഈ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നാണ് ഉച്ചകോടി, ഇന്ത്യ റഷ്യ ഉച്ചകോടി നടക്കുന്നത്. വിവിധ വിഷയങ്ങൾ ഈ ഉച്ചകോടിയിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ ആശങ്കയോടുകൂടിയാണ് അമേരിക്ക കാണുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ അമേരിക്കയുടെ തന്ത്രപരമായ പങ്കാളിയാണെന്ന് അവർ ആവർത്തിക്കുമ്പോൾ പോലും ഈ സന്ദർശനത്തെ ആശങ്കയോടുകൂടിയാണ് അമേരിക്ക കാണുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ യുക്രൈൻ വിഷയം ഉന്നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തത്. അതായത് ഉക്രൈന്റെ പരമാധികാരം പാലിക്കാൻ റഷ്യ നിർബന്ധരാകണം, അത്തരമൊരു നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വെച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏതായാലും അമേരിക്ക വ്യക്തമാക്കുന്നത്. ഏതായാലും 2 ദിവസത്തെ റഷ്യൻ പര്യടനം ഇന്ന് പൂർത്തിയാകും. അതിനുശേഷം പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്ക് തിരിക്കുകയും ചെയ്യും. 40 വർഷത്തിന് ശേഷം ഓസ്ട്രേലിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി. തീർച്ചയായും എന്തായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ച് ആശ്വാസകരമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്.